എളുപ്പ രീതിയിൽ ക്യാബേജ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരനാണ് ഇത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ആദ്യമേ ക്യാബേജ് ഇതുവാണൊക്കെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, പിന്നെ അതുപോലെ 2 പച്ചമുളക് കൊത്തി അരിഞ്ഞത്. അപ്പോൾ എരിവൊക്കെ നമുക്ക് എരിവ് നോക്കിയിട്ട് വേണം എരിവ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ സവാളയും പച്ചമുളകും കൂടെ ഈ ക്യാബേജിലേക്ക് ചേർക്കണേണ്. ഇനി ഇതിൽ ചേർക്കേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഈ ക്യാബേജിന് ആവശ്യമുള്ള തേങ്ങ ചേർക്കാം. നമ്മൾ തേങ്ങ നല്ല പൊടിയായിട്ടാണ് ചിരണ്ടി എടുത്തിരിക്കുന്നത്. ഇനി അതും ഇതിലേക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ക്യാബേജിന് ആവശ്യമുള്ള ഉപ്പും ചേർക്കണം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്. എന്താണ് ഉദ്ദേശം? കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം. അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ക്യാബേജ് വേഗം പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, ഒരുപാട് ഒഴിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർക്കാം. ഒരു ചെറിയ മണത്തിന് മാത്രമായിട്ട് ഇഞ്ചി ചേർക്കാം. അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇഞ്ചി ചേർത്ത് വെച്ചാൽ മതി. ഇഞ്ചി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതായിട്ട് വിട്ടുവിട്ടൊക്കെ കിടപ്പുണ്ടത്. ഇനി ഇതിലെ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.